ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. അവൻ വീടിനോടടുക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട, അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. യേശുവിനെക്കുറിച്ച് നല്ല അറിവുള്ള റോമൻ പട്ടാളത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ. ഒരുപക്ഷെ റോമൻ ഭരണകൂടത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം യേശുവിനെക്കുറിച്ചും അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും വിലയിരുത്തുന്നുണ്ടായിരുന്നിരിക്കണം. യേശു ചെയ്യുന്ന അനേകം അത്ഭുതങ്ങളെപ്പറ്റിയും അവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നിരിക്കണം. അനേകായിരങ്ങൾ പിൻചെല്ലുന്ന ഒരു യഹൂദൻ, അതും വളരെ ചെറുപ്പക്കാരനായ നസറേത്ത് എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ഒരു തച്ചൻ്റെ മകൻ. ഏകദേശം 12ഓളം പേർ അവൻ്റെ അംഗരക്ഷകരെ പോലെ എപ്പോഴും ഒരു നിഴൽ പോലെ അവൻ്റെ കൂടെ നടക്കുന്നു. അതിൽ തന്നെ ഒരാൾ എരിവുകാരനായ ശിമയോനാണ്. തീവ്ര യഹൂദ മതസ്നേഹിയായിരുന്ന ശിമയോൻ. ഒരുപക്ഷെ ആ ശിമയോനും റോമൻ ഭരണകൂടത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിൽ, രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നിരിക്കണം. അങ്ങനെ എന്തുകൊണ്ടും വലിയൊരു ജനക്കൂട്ടം, ഒരു ആരാധനാ വൃന്ദം പിൻചെല്ലുന്ന യേശുവെന്ന യഹൂദനെപ്പറ്റി നന്നായി അറിയാവുന്ന ഒരു റോമൻ സെഞ്ചൂറിയൻ ശതാധിപൻ, ഒരു അന്യമതസ്ഥനായ യേശുവിൽ നല്ല വിശ്വാസമുണ്ടായിരുന്ന ശതാധിപൻ, തൻ്റെ ഭൃത്യൻ, താൻ സ്നേഹിക്കുന്ന, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി മരണത്തെ മുഖാമുഖം കാണുന്നു എന്ന് മനസ്സിലാക്കി ആ ഭൃത്യനോടുള്ള തൻ്റെ ഹൃദയ ആർദ്രത കൊണ്ട് ഈ രോഗാവസ്ഥയിൽ നിന്നും തീർച്ചയായും യേശുവിനുവിനെ രക്ഷിക്കുവാൻ കഴിയുമെന്ന പൂർണ്ണമായ വിശ്വാസത്തിൽ തനിക്കറിയാവുന്ന ചില യഹൂദ മതത്തിൽപ്പെട്ട പ്രമാണിമാരോട് യേശുവിൻ്റെ സന്നിധിയിൽ പോയി തൻ്റെ അപേക്ഷ സമർപ്പിക്കുവാൻ പറയുന്നതും, ആ അപേക്ഷയിൻ പ്രകാരം യേശു ഇപ്പോൾ ഇതാ തൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നറിയുന്ന ശതാധിപൻ, ഒരു വലിയ ഗുരു, ആയിരങ്ങൾ ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ഒരു യഹൂദൻ അന്യജാതിക്കാരനായ തൻ്റെ ഭവനത്തിലേക്ക് വന്നാൽ ആ നല്ല മനുഷ്യനുണ്ടാകാവുന്ന ചീത്തപ്പേര് അതൊഴിവാക്കണം എന്ന യേശുവിനോടുള്ള തീവ്രമായ സ്നേഹത്തിൽ, ബഹുമാനത്തിലായിരിക്കാം ആ ശതാധിപൻ വീണ്ടും തൻ്റെ സ്നേഹിതരിൽ ചിലരെ തൻ്റെ ഭവനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നത്. തൻ്റെ കുറവുകൾ മനസ്സിലാക്കുന്ന റോമൻ ഭരണകൂടത്തിലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ ദൈവത്തിൻ്റെ മുൻപിൽ വിനയപ്പെടുവാൻ അന്യമതസ്ഥനായ വെറും 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് കേട്ട് അവനിൽ അതിയായി വിനയപ്പെടുന്ന ഒരു പട്ടാള മേധാവി. യേശുവിൻ്റെ അത്ഭുതങ്ങൾ അവൻ സത്യമായും ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന നല്ല തിരിച്ചറിവും വലിയ വിശ്വാസവുമുള്ള ഒരു അന്യമതസ്ഥൻ. നമുക്കും ആഗ്രഹിക്കാം നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് ആ കുറവുകൾ നികത്തുവാൻ ആഗ്രഹിച്ച് ആ കുറവുകൾ നികത്തിത്തരുവാൻ ശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ വിനയപ്പെട്ട് അവനിൽ പരിപൂർണമായും വിശ്വസിച്ച്, ദൈവമേ, അങ്ങൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന ശതാധിപൻ്റെ പ്രാർത്ഥന പോലെ, ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിലെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ പോലും ധൈര്യമില്ലാത്തവനായ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന പോലെ നമുക്കും അപേക്ഷിക്കാം. ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. നിന്നിലുള്ള വിശ്വാസം എന്നിൽ നിറച്ച്, നിന്നിൽ വിനയപ്പെട്ട് ഞങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.